പേരുടെ മരണത്തിനിടയാക്കിയ വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സർക്കാർ ഒരാഴ്ചയായിട്ടും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഉടൻ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല. സർക്കാർ ഉടൻ സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി സഹായം നമ്മളെ വേർപെട്ടു പോയ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പായിട്ടും പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണല്ലോ. പക്ഷെ അദ്ദേഹം ശ്രമിക്കാത്തതുകൊണ്ടല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രമിച്ചു, പക്ഷേ മുഖ്യമന്ത്രി പിന്നെ ആവട്ടെ എന്ന് മാറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വീണ്ടും സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന പറഞ്ഞു. അടിയന്തരമായൊരു ഇടപെടൽ വേണം നിർബന്ധമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടണം. ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷ ഉപനേതാവിനോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അവരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരോട് ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ഇത് പാസ്സാക്കി തരണമെന്ന് അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, ഒരു സംശയമല്ല, വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, അപ്പോൾ അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു, ഉടനെ തന്നെ അത്തരം ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും അത്തരത്തിലൊരു പ്രഖ്യാപനമില്ല. പ്രഖ്യാപനം കാത്തു കഴിയുന്ന ആളുകൾ കൂടിയുണ്ട്. അപ്പോൾ എന്താണ് ഇത്തരം ഒരു പ്രഖ്യാപനം, അതായത് നടത്തിയിട്ടും ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടും അത് നൽകാതിരിക്കുന്നതിന് പിന്നിൽ എന്താണ്? അതുതന്നെയാണ് നാട്ടുകാരൊക്കെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത് ജിൽസി. അതായത് ഈ മൃതദേഹങ്ങൾ പൊതുദർശനം വെച്ച ആ സ്കൂളിൽ വെച്ചാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ സൗണ്ട് ബൈറ്റാണ് നമ്മൾ കേട്ടത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വേണ്ട നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ഉണ്ടാകും, ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുമെന്ന് വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഉറപ്പ് നൽകിയതുമായിരുന്നു. പക്ഷേ ആ ഉറപ്പ് ഇതുവരെ പാലിച്ചില്ല എന്ന. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. 13 പേർ ഈ വാഹനത്തിലുണ്ടായിരുന്നു. 9 പേർ ആ സമയത്ത് തന്നെ മരിച്ചു. ഡ്രൈവർ നൌഷാദ് കഴിഞ്ഞ ദിവസം ഏതാനും 2 ദിവസം മുൻപാണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ 3 പേർ മാത്രമാണ് ചികിത്സയിലുള്ള 2 കുട്ടികൾ. ഈ സാജിദയുടെ മകൻ ഷഹിൻ, പാചകത്തൊഴിലാളിയായ സാജിദയുടെ മകൻ, അതോടൊപ്പം തന്നെ മരണപ്പെട്ട ഷക്കീല ടീച്ചറുടെ മകൾ അസ്നിൻ, ഈ ട്രാവലർ ഓടിച്ചിരുന്ന മുഹമ്മദ് ഫായിസ് എന്നിവരാണ് ചികിത്സയിലുള്ളത്. ഈ ഷഹദിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ സാമ്പത്തിക ചിലവേറെയുണ്ട്. ഇപ്പോൾ സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിൽ MLA-യുടെ നേതൃത്വം, മഞ്ഞളാംകുഴി അലി MLA-യുടെ നേതൃത്വത്തിൽ മറ്റുമൊക്കെയായിട്ട് നാട്ടുകാരുടെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ ചികിത്സാ സഹായം നൽകുന്നത്, ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണം എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. 10 പേരാണ് മരണപ്പെട്ടത്, 3 പേർ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ ദുരന്തമായിരുന്നു സംഭവിച്ചത് അന്ന്. പക്ഷേ ഈ ഉറപ്പൊക്കെ നൽകിയെങ്കിലും പിന്നീട് അത് പാലിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തൃശ്ശൂരിലെ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്തമുണ്ടായ ഉടൻ തന്നെ അവിടെ ധനസഹായം പ്രഖ്യാപിക്കുന്നു. അവിടെ ഓൺലൈനായി മന്ത്രിസഭ യോഗം ചേരുന്നു. 14 ലക്ഷം മരണപ്പെട്ടവർക്കും 2 ലക്ഷം പരിക്കേറ്റവർക്കും അതോടൊപ്പം തന്നെ അവരുടെ ചികിത്സാ ധനസഹായം ഒക്കെ നൽകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവർക്ക് ഇത്തരത്തിലുള്ളൊരു പരിഗണന നൽകിയില്ല എന്നൊരു ചോദ്യമാണ് നാട്ടുകാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അടിയന്തരമായ ഒരു ഇടപെടൽ വേണമെന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ MLA മഞ്ഞളാംകുഴി അലിയെ ബന്ധപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയോടടക്കം പലതവണ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയോട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഏതായാലും അടിയന്തരമായ ഒരു ഇടപെടൽ വേണമെന്നുള്ള ഒരു ആവശ്യമുണ്ട്. ഇനിയും എത്ര വാതിലുകൾ മുട്ടേണ്ടി വരുമെന്നാണ് അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് അർഹതപ്പെട്ടത് എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ജനപ്രതിനിധികളടക്കം ഇതിൽ കൃത്യമായ ഒരു ഉത്തരം നൽകേണ്ടതുണ്ട് അവർക്ക്. വിവരങ്ങൾ